ഇന്ന് രാവിലെ ഞാൻ അടുക്കളയുടെ പുറവശം ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ, നല്ല ഫ്രഷായിട്ട് അകറ്റി ചീര നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ വലിയ മരം ആവുന്നതാണ്. അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിച്ചങ്ങ് വിടും. അപ്പോൾ കയ്യെത്തുന്ന രീതിയിൽ നല്ല ഫ്രഷായിട്ടുള്ള ഇല എടുക്കുകയും ചെയ്യാമല്ലോ. അതെടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു ചീരയും കൂടെ ഒത്തിരി വളർന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ചീരയുടെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ശരിക്കും തമിഴ്നാട്ടിൽ പറയുന്നത് ചുക്കിട്ടി ചീരയെന്നോ അല്ലെങ്കിൽ മണത്തക്കാളി ചീരയെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ ഒരു കാ പിടിക്കും കേട്ടോ. അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്, ഭയങ്കര ഔഷധമാണ്, നല്ല ഗുണമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് പച്ചയ്ക്കാണെങ്കിൽ ഇതിൻ്റെ കായും ഇലയുടെ കൂടെ ഇട്ട് നമുക്ക് കറിയൊക്കെ വയ്ക്കാൻ നല്ലതാണ്. ഞാൻ സാധാരണ ഇങ്ങനെ ഈ സൈഡിലോട്ട് പോകുമ്പോഴേക്കും ഇങ്ങനെ കാണുമ്പം കുറച്ചിങ്ങനെ പിച്ചെടുത്തിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ വയറ്റിൻ്റെ അസുഖത്തിനൊക്കെ ഈ ചീരയും അതിൻ്റെ പഴമൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇലയാണെങ്കിലും പച്ചമുളകിൻ്റെ സൈസാണ്. ഇലയും പൂവും ഒക്കെ ഏതാണ്ട് പച്ചമുളകിൻ്റെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ വെറുതെ ഇത് നിന്നപ്പം പിച്ചെടുത്തതാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാമല്ലോ, മുക്കുറ്റി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അങ്ങനെ എന്തായാലും ഇതൊക്കെ ഞാൻ നല്ല ഇലയൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് ചീത്തയായതൊക്കെ ഒടിച്ചങ്ങ് ഇടുവാണ്. അപ്പോൾ നല്ല പുതിയ ഇല കിട്ടുകയും ചെയ്യും, കാടാവത്തുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ കറിക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി ഇന്ന് കറിയാക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇതെടുത്തകത്താക്കി. അപ്പോൾ പരിപ്പിട്ടിട്ട് ഇന്ന് ചീരക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ രാത്രി എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇന്ന് ചീരയും പരിപ്പും ഇട്ടുള്ള കറിയാണ് വെക്കുന്നത്. പിന്നെ മീനും ഉണ്ട് വറുക്കാൻ. അപ്പോൾ പിന്നെ കുശാലായല്ലോ, അത് തന്നെ മതിയാവും. പിന്നെ ഈ ചീരയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഏത് ചീരയാണെങ്കിലും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലുമൊക്കെ ചീര ഞാൻ ഒപ്പിച്ചെടുക്കും. കൂടുതലും മുറ്റത്തിൽ നിന്ന് തന്നെ എടുക്കും കേട്ടോ എല്ലാം. പിന്നെ ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പരിപ്പൊക്കെ ഒഴിക്കാൻ വെക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കറിയൊക്കെ തിളച്ച് റെഡിയാവുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ജോലിയിലോട്ട് കയറാൻ. അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടോപ്പാണ്. അത് വേറെ ആർക്കുമില്ല, എനിക്ക് തന്നെയാണ്. നാളെ ഒരു യാത്രയുണ്ട് കേട്ടോ, വേളാങ്കണ്ണിക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സ് തയ്ച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തുണിയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി കേട്ടോ. അപ്പോൾ പയ്യെ സാവധാനം തയ്ച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോഴാണ് സമയം കിട്ടിയത്. പിന്നെ പൊതുവേ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരുടെയും പരിപാടി ഇതാണ്. ഏറ്റവും ലാസ്റ്റ് നിമിഷമായിരിക്കും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ എന്തായാലും ഞാൻ അവസാന നിമിഷത്താണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാറ്റേൺ എനിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണേ. ഈ ഒരു കോളർ പാറ്റേൺ ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പാറ്റേൺ ആണെന്ന് തോന്നി കേട്ടോ എനിക്ക്. പിന്നെ സൈഡിൽ ഒരു പോക്കറ്റും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്.